അപകടം നടന്ന IAS അക്കാദമിക്ക് തൊട്ടടുത്ത് 300 മീറ്റർ അടുത്താണ് ഞാനിപ്പോഴുള്ളത്. ആഷ്ന ഗോയൽ എന്ന IAS വേണ്ടി കോച്ചിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി നമുക്കൊപ്പം ഉണ്ട്. അവര് കാണിച്ചു വാട്ട്സ് ഗോയിങ് ഓൺ. These are all libraries. There used to be a huge poster of their names, join us, and now you cannot tell. You can tell that these are libraries, no, na. But why? In the night, the old posters are gone. How and why? The accountability छुपाने के लिए ना कि. So all are illegal. These all are illegal. You can go with me, and there are like every corner, nook and corner libraries underground. बच्चा वहाँ जाता है और नहीं पता सांस आ रही है नहीं आ रही है नहीं पता. Okay. You come with. ഇവര് പറയുന്ന കാര്യം ഈ മേഖലയിലൊക്കെ ലൈബ്രറികളുണ്ട്. എല്ലാം ബേസ്മെന്റിലാണ്, അനധികൃതമായി നിർമ്മിച്ചതാണ്. അത് അനധികൃതമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവര് നമ്മളെ കൂടുതൽ ഇവിടെയുള്ള IAS അക്കാദമികളിലേക്ക് സെന്ററുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. ഇതൊക്കെ ഇവിടെയൊക്കെ IAS കോച്ചിങ് സെന്ററുകൾ നടക്കുകയാണ്. There used to be a poster of library. कहाँ गया रात में? Because now they don't want to show us that यहाँ library था. ये library है. कहाँ गया poster? यहाँ का library का नाम कहाँ गया? ഇതൊരു ലൈബ്രറിയാണ്. पोस्टर हुआ करता था बड़ा बड़ा लाइब्रेरी का. कहाँ किधर गया? अभी सिर्फ ये घर है क्योंकि कोई नॉक नहीं करके देखेगा यहाँ लाइब्रेरी था कि नहीं. ഇത് കാണുമ്പോൾ ഒരു വീടായിട്ടാണല്ലോ നമുക്ക് തോന്നുക. പക്ഷേ library now where is the poster? He come join us. These are all are locked now. It is like they have robbed us and just left the country. ഇതൊരു IAS കോച്ചിങ് സെന്റർ ആണ്, ലൈബ്രറിയാണ്, പക്ഷേ പൂട്ടി വെച്ചിരിക്കുകയാണ്. Why do you open library in such a suffocated place? But now, like you are a normal, you didn't visit here. You can tell this is a library. No, na. Sure. ഇവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡൽഹിയിൽ ഈ രാജേന്ദ്ര നഗർ, കരോൾ ബാഗ് എന്ന് പറയുന്ന ഏരിയ മുഴുവനായിട്ട് IAS കോച്ചിങ് സെന്ററുകളാണ്. നമ്മളിങ്ങനെ പറയില്ലേ, ഒരു കുലയിൽ ഇങ്ങനെ കുലച്ചു നിൽക്കുന്നു. അതേപോലെ തൊട്ടടുത്ത് നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ IAS കോച്ചിങ് സെന്ററുകളാണ്. അവിടെയൊക്കെ ഇങ്ങനെ ഏറ്റവും താഴത്തെ ഇടകളിൽ ബേസ്മെന്റിലാണ് ഈ ലൈബ്രറികൾ പ്രവർത്തിക്കുന്നത്. അവിടെ ക്ലാസ് നടക്കുന്നുണ്ട്, അതാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ അപകടത്തിന് ശേഷം ഇവിടെ എല്ലാം പോസ്റ്ററുകൾ നീക്കിയതാ, താഴെയൊക്കെ പോസ്റ്ററുകൾ വീണ് കിടക്കുന്നുണ്ട്. AB लाइब्रेरी है, सब लाइब्रेरी है. आप जाके देखो, यहाँ पोस्टर हटा दिया कि नहीं है लाइब्रेरी, लॉक कर दिया. अब आप नॉक करके तो नहीं खुलवाओगे. बट क्यों हटा दिया? क्यों? डर है क्योंकि कोई सवाल पूछ लेगा लाइब्रेरी की परमिशन किसने दी? ആരാണ് ചോദിക്കാനുള്ളത്? ആരാണ് പെർമിഷൻ അനുമതി കൊടുക്കുന്നത് എന്ന ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഏതാണ്ട് 6-7 കോച്ചിങ് സെന്ററുകൾ കണ്ടു, അതിന്റെ ലൈബ്രറി കണ്ടു. ഉള്ളിലേക്ക് കടക്കാൻ കഴിയുന്നില്ല, പൂട്ടിയിട്ടതാണ്. പുറമേ നിന്ന് കാണുമ്പോൾ വീട് പോലെ തോന്നുന്ന സ്ഥലങ്ങളിൽ ചെറിയ വാതിലിൽ ഉള്ളിലേക്ക് കയറി താഴെ ബേസ്മെന്റിലെ ഇടം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങി കോച്ചിങ് സെന്ററുകൾ നടത്തുന്നു. ഈ കുട്ടികളുടെ സുരക്ഷയുടെ ഉത്തരവാദിത്വം ആർക്ക് എന്ന ചോദ്യം അതിശക്തമായി ഉന്നയിക്കപ്പെടുന്നുണ്ട് ഈ അപകടത്തിന് ശേഷം നമ്മളിപ്പോൾ കണ്ട കാഴ്ചയിൽ. 7 services they provide 24/7. मतलब people are spending their nights in the library and like I fell asleep and morning I am not alive yaar. So it is very frustrating कि अब वो लाइब्रेरी किधर गया. Just because राव IAS में कुछ हो गया doesn't mean यहाँ नहीं हो सकता था. यहाँ भी हो सकता था, यहाँ भी होना था. मैं आपको एविडेंस दे रही हूँ ना, क्यों हटा दिया? क्योंकि नहीं है अब कोई भी. You are from? उत्तर प्रदेश. Which part? ഗാസിയാബാദ്. ഓക്കെ. അവര് ഇവിടെ പഠിക്കുന്ന ആളാണ്. വൈകാരികമായി അവർക്ക് തോന്നി ആരാണ് ഇങ്ങനെയൊക്കെ അനുമതി കൊടുക്കുന്നത്? 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ, രാത്രി ഇരുന്ന് പഠിക്കുന്ന ആളുകൾ രാവിലത്തേക്ക് ജീവനോടെ ഇല്ലെങ്കിൽ ആർക്കാണ് ഉത്തരവാദിത്വം എന്ന ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതിന് ഉത്തരം പറയേണ്ടത് ഡൽഹി ഭരിക്കുന്ന ആളുകളാണ്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ നിയന്ത്രിക്കാനുള്ള നടപടി വേണമെന്നതാണ് ന്യായമായ ആവശ്യം. ഡൽഹിയിൽ നിന്ന്, രാജേന്ദ്ര നഗറിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.